അമ്മ പോകാനുള്ള തയ്യാറെടുപ്പ് ഇന്നലെ തുടങ്ങിയതാണ് കേട്ടോ. ഓരോന്ന് ഒതുക്കാനായിട്ട്. എന്തൊക്കെയാണ് ഇവിടെ ഒതുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്കിനി ഇവിടെ ചെയ്യാനായിട്ട് ഒന്നുമില്ല കേട്ടോ. മീൻ കറിക്ക് വെക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് മീൻ വെട്ടി വെച്ചിട്ടാണ് അമ്മ പോകുന്നത്. നല്ല ദൂരമില്ലേ പത്തനംതിട്ട വരെ, 3-4 മണിക്കൂർ ബസ് ഇരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡ് വരെ അമ്മയെ കൊണ്ടുവിടാനായിട്ട് ഞാനും കൂടെ ഇറങ്ങി. നല്ല ദൂരമുണ്ട് യാത്ര ചെയ്യാനൊക്കെ. അമ്മ എങ്ങനെയാണെന്തോ യാത്ര ചെയ്യുന്നത്. എനിക്കിപ്പോൾ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാനൊക്കെ. ഞങ്ങളുടെ അടുത്ത അമ്പലത്തിലെ കാണിക്കവഞ്ചിയിൽ പൈസ ഇടാനായിട്ട് പോവാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ അവിടെ പൈസയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ കടയിൽ കയറി അമ്മ, ബേക്കറിയിൽ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കയറി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ വേറെ ഒരു പറഞ്ഞ് ഇഷ്ടപ്പെട്ടത് എടുക്കാൻ പറഞ്ഞു. ഞാൻ ഇഷ്ടപ്പെട്ടത് എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. പിന്നെ ഈ അരി ഉണ്ടല്ലോ, ഇതിന് ഞങ്ങൾ അരി ഉണ്ടാന്നാണ് പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം, പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മഞ്ചൊക്കെ വാങ്ങിച്ചു തന്നെ അമ്മ. പിന്നെ അതൊക്കെ കൊണ്ട് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് മഴ. അങ്ങനെ അമ്മ പറഞ്ഞു സ്റ്റാൻഡിൽ കയറി ഇരിക്കാം, മഴ തോന്നിട്ട് പോകാം, ഞാൻ പോകുന്നിടം വരെ ഒന്നും നിൽക്കണ്ട, പെട്ടെന്ന് നിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞേ. എനിക്കാണെങ്കിൽ ഫോട്ടോ തീർന്നു കേട്ടോ. എടുത്ത ഫോട്ടോ തീർന്നു. അപ്പോൾ അതിൻ്റെ കോപ്പി എടുക്കണമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ എടുത്തതിൻ്റെ നമ്പർ കൊടുക്കുമ്പോൾ എന്തോ അവരടിക്കുമ്പോൾ അതിൻ്റെ കോപ്പി എടുത്തു തരും. ഒന്നേയും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാണ് എൻ്റെ ഫോട്ടോ. ഇനി പാസ്ബുക്കിൽ ഫോട്ടോ ഇല്ലാതെ ചെന്നാൽ എന്നെ ബാങ്കുകാർ തെറി വിളിക്കും കേട്ടോ. കുറേ നാളായിട്ട് എന്നോട് പറയാം ഒട്ടിക്കാൻ. അങ്ങനെ ഞാൻ പിന്നെ അമ്മയെ വിട്ടിട്ട് വീട്ടിൽ വന്നേ. വീട്ടിൽ വന്നിട്ട് നല്ല ശോകമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, അമ്മയും പോയി, പിള്ളേരിനി വൈകിട്ടേ വരത്തുള്ളൂ കേട്ടോ. അമ്മയായിട്ട് വന്നിരിക്കുമ്പോൾ ഭയങ്കര വഴക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും പറഞ്ഞിട്ട്. പിന്നെ പോകുമ്പോൾ ഇതവസ്ഥ. കുറച്ച് നേരത്തേക്കേ കാണത്തുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ വീണ്ടും അമ്മ വരുമല്ലോ. എനിക്കിങ്ങനെയാണ്, ആരെങ്കിലും വന്ന് കുറച്ച് ദിവസം നിൽക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. പിന്നെ പോകുമ്പോൾ ഭയങ്കര വിഷമമായി. പിന്നെ ആ വിഷമം തീർക്കാനായിട്ട് അമ്മ മഞ്ചൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ മഞ്ചൊക്കെ തിന്നിട്ട് അങ്ങനെ ഇരുന്ന കേട്ടോ കുറേ നേരം. ഈ അമ്മമാരെല്ലാം ഇങ്ങനെയാണോ? ഞാൻ പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാം വന്നിരിക്കുമ്പോൾ ഒതുക്കിയിട്ട് ജോലിയെല്ലാം ചെയ്തിട്ട് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാത്ത തരത്തിൽ അവർ ജോലിയെല്ലാം ചെയ്ത് വെച്ചിട്ട് എന്താ പറയുന്നതോ, നീയൊക്കെ എന്താണ് ചെയ്യുന്നത്, ഒരു വക ചെയ്യത്തില്ല എന്നും പറഞ്ഞ് എപ്പോഴും കുറ്റമായിരിക്കും. പിന്നെ ഞാൻ വന്നപ്പോൾ കുറച്ച് കോവയ്ക്കയും കുറച്ച് തക്കാളിയും വാങ്ങിയിട്ട് വന്നായിരുന്നു. പച്ചക്കറി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ തക്കാളിക്ക് ഇല്ലാത്തതുകൊണ്ട് തക്കാളി വാങ്ങാൻ കയറിയപ്പോൾ കോവയ്ക്ക ഇരിക്കുന്നത്. പിന്നെ കോവയ്ക്കയും കൂടെ വാങ്ങിച്ചിട്ടോ. കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് പിന്നെ ഞാൻ കവറിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച്. ഞാൻ ഇട്ടിരിക്കുന്നത് എൻ്റെ അനിയത്തിയുടെ ഡ്രസ്സാണ് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ടോപ്പൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അവൾക്ക് പറ്റാത്തതൊക്കെ എനിക്ക് തന്നു വിടുവേ. അങ്ങനെ അമ്മ കൊണ്ടുവന്ന ടോപ്പാണ്. അങ്ങനെ ഞാൻ എടുത്തിട്ടേക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി കയറിയാൽ മടിച്ചു പോകും. അങ്ങനെ മീൻ കറി വെക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചേ. അപ്പോഴാണ് നാളെ കാപ്പിക്ക് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ അരിയും ഉഴുന്നും കൂടെ ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായിട്ടിട്ടേ. അല്ലെങ്കിൽ ഞാൻ മറന്നുപോയാൽ പിന്നെ പിള്ളേരെ വിടാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ അതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ തേങ്ങ തീരുമാനമായിട്ട് നോക്കിയപ്പോൾ തേങ്ങയില്ല. പിന്നെ പോയി പൊതിച്ചുകൊണ്ട് വന്നിട്ട് പൊട്ടിച്ചേ. വെള്ളം കുടിച്ച് നോക്കിയപ്പോൾ ചെറിയ ഒരു പുളിപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ കുറേ വെള്ളം ഉള്ളത് കൊണ്ട് കളയാനും തോന്നിയില്ല. ഞാനങ്ങ് കുടിച്ചു. ഇത്തവണ കുറേ തേങ്ങ ഇല്ലാതായി പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ പൊട്ടിക്കിടന്നിട്ട് അത് കറുത്തിട്ട് കുറേ തേങ്ങ ഇല്ലാതായി പോയിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റിയതാണ്? അത് ഒരു തേങ്ങയിൽ ഞങ്ങളുടെ ഇങ്ങനെ പൊട്ടി പോകുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കത് സെപ്പറേറ്റ് എടുത്ത് വെക്കാനായിട്ട് അറിയത്തുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മീൻ കറിക്ക് അരച്ചൊക്കെ എടുത്ത് പിന്നെ മുരിങ്ങയ്ക്കയും കുറച്ച് മുളകുണ്ടല്ലോ അതൊക്കെ കീറിയിട്ട് പിന്നെ അതങ്ങ് എടുത്ത് ഗ്യാസിലോട്ട് വെച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ, സീ യു.